കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിഹിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഭർത്താവ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. ആ കേസ് ഇങ്ങനെയാണ്: ഭാര്യയുടെ ആൺ സുഹൃത്തുക്കൾക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ഫോട്ടോസ് എടുക്കുകയും അങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഭാര്യയുടെ ഫോണിലും സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാര്യ അവൾ ആ ഫോട്ടോസിലേക്കും അൺമാരീഡ് ആണ്, സിംഗിൾ ആണ് എന്നുള്ള ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഭർത്താവ് ഉള്ളപ്പോഴാണല്ലോ അൺമാരീഡ് ആണ്, അതിന് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അത് എന്നോട് ചെയ്യുന്ന മാനസിക പീഡനമാണ് അല്ലെങ്കിൽ മെൻ്റൽ ക്രൂവാലിറ്റി ആണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഡിവോഴ്സ് അനുവദിച്ച് തരണമെന്നും കോടതിയിൽ അപേക്ഷിക്കുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ആൺ സുഹൃത്തുക്കളൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ ഫോട്ടോ എടുത്തപ്പോൾ അതിന് താഴെ ക്യാപ്ഷനായിട്ട് അൺമാരീഡ് അല്ലെങ്കിൽ സിംഗിളാണ് താൻ എന്ന് പറഞ്ഞതാണ് ഭർത്താവിനോട് ചെയ്യുന്ന, അവിവാഹിതയായ ഒരു സ്ത്രീ ചെയ്യുന്ന ക്രൂരതയായിട്ട് പരിഗണിക്കുവാനായിട്ട് പറ്റുന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? ഭർത്താവിന് അനുകൂലമായി വിധി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ പോയിൻ്റപ്പ് ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം നിന്നുള്ള ഫോട്ടോ എടുക്കാം, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മാരീഡ് എന്ന് തന്നെ ഉപയോഗിക്കുക. ഒരു കാരണവശാലും അവിടെ സിംഗിൾ എന്ന് പറയുന്ന, പിന്നെ കല്യാണം കഴിയാത്ത ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഒരു കാരണവശാലും അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി കണക്കാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ വിധിയുടെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് കിട്ടുവാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും രണ്ട് ഡിഫറൻറ്റ് ഒബ്സർവേഷനുള്ള വിധികളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.